ടെക്നിക്കുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഒരു ഗ്രാഫ് ഐസോമോർഫിക് ആണെങ്കിൽ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഏതൊക്കെയാണ്? ഈക്വൽ നമ്പർ ഓഫ് വേർട്ടെക്സ് ആയിരിക്കും, ഈക്വൽ നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും, അതേപോലെ ഈക്വൽ നമ്പർ ഓഫ് വേർട്ടേഴ്സസ് വിത്ത് എ ഗിവൺ ഡിഗ്രി ആയിരിക്കും. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ ഈ 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്താൽ ആ ഗ്രാഫ് എന്താവില്ല? ഐസോമോർഫിക് ആവില്ല. ഐസോമോർഫിക് ആണെങ്കിൽ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിലിയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐസോമോർഫിക് അല്ല എന്ന് പറയാം. അപ്പോൾ ഐസോമോർഫിസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ 3 സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇത് 3 മാത്രം സാറ്റിസ്ഫൈ ചെയ്തു എന്നുള്ള രീതിക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഐസോമോർഫിസം പറയാൻ പറ്റില്ല. ഇതിലേതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ഐസോമോർഫിക് അല്ല എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഈ 3 ആദ്യം ചെക്ക് ചെയ്യാം. ഈക്വൽ നമ്പർ ഓഫ് വേർട്ടീസസ് വിത്ത് എ ഗിവൺ ഡിഗ്രി ആണോ നോക്കുക, നമ്പർ ഓഫ് എഡ്ജസ് ഈക്വൽ ആണോ നോക്കുക, നമ്പർ ഓഫ് വേർട്ടീസസ് ഈക്വൽ ആണോ നോക്കുക. ഇതിലേതെങ്കിലും ഒന്ന് തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഐസോമോർഫിക് അല്ല എന്ന് പറയാം. ഇത് 3 ശരിയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 1-to-1 കറസ്പോണ്ടൻസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണം. എന്നിട്ട് ഐസോമോർഫിക് ആണെന്ന് പറയണം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഫസ്റ്റ് A and B നോക്കി. ആർ ദ ഫോളോയിങ് ഗ്രാഫ്സ് ആർ ഐസോമോർഫിക്. ഇവിടെ 2 ഗ്രാഫിനും 5 വേർട്ടെക്സും 6 എഡ്ജുമാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സെക്കൻഡ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കിയേ, ഈ G എന്ന് പറയുന്ന ഗ്രാഫിൽ അല്ലെങ്കിൽ H എന്ന് പറയുന്ന ഗ്രാഫിൽ ഒരു വേർട്ടെക്സിന് ഓഡ് ഡിഗ്രിയാണ്. ഏതാ? എസ് എന്ന് പറയുന്ന വേർട്ടെക്സിൻ്റെ ഡിഗ്രി എത്രയാണ്? 1 ആണ് വരുന്നത്. പക്ഷേ G എന്ന് പറയുന്ന ഗ്രാഫിൽ ഏതെങ്കിലും ഒരു വേർട്ടെക്സിൻ്റെ ഡിഗ്രി 1 വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ Gയും H എന്തല്ല? ഐസോമോർഫിസ് അല്ല എന്ന് പറയാം. കാരണം 3ാമത്തെ കണ്ടീഷൻ തെറ്റി. ഈക്വൽ നമ്പർ ഓഫ് വേർട്ടീസസ് ഓഫ് വിത്ത് എ ഗിവൺ ഡിഗ്രി എന്ന് പറയുന്ന കണ്ടീഷൻ തെറ്റി. അതായത് 1 എന്ന് പറയുന്ന ഡിഗ്രിയിൽ Hന് ഒരു വേർട്ടെക്സ് ഉണ്ട്, പക്ഷേ Gക്ക് എന്തില്ല? വേർട്ടെക്സ് ഇല്ല. അപ്പോൾ Gയും H എന്തല്ല എന്ന് പറയാം? ഐസോമോർഫിക് അല്ല എന്ന് പറയാം. അങ്ങനെ സെക്കൻഡും കൂടി ചെക്ക് ചെയ്യാം കേട്ടോ. സെക്കൻഡ് വൺ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടും ഐസോമോർഫിക് അല്ല. ഓക്കെ, അതിൻ്റെ കണ്ടീഷൻ നോക്കുക. അപ്പോൾ അങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്. ഏത് ഗ്രാഫ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ നമ്പർ ഓഫ് എഡ്ജസും നമ്പർ ഓഫ് വേർട്ടീസസും അതേപോലെ ഈക്വൽ നമ്പർ ഓഫ് വേർട്ടീസസ് ഓഫ് വിത്ത് എ ഗിവൺ ഡിഗ്രി ആണോ നോക്കുക. 3 സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 1-to-1 കറസ്പോണ്ടൻസ് കൂടി കണ്ടുപിടിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? ഐസോമോർഫിക് അല്ല എന്ന് പറയാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഐസോമോർഫിക്കം ചെക്ക് ചെയ്യാനുള്ളൊരു മാർഗം എന്ന് പറയുന്നത് 2 വേർട്ടെക്സിൻ്റെയും എന്തെഴുതുക? അഡ്ജസൻസി മെട്രിക്സ് എഴുതുക. അത് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, അത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് ഐസോമോർഫിക് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്താവില്ല? ഐസോമോർഫിക് ആവില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് പാത്ത് ആൻഡ് സർക്യൂട്ട് ഇൻ ആൻ അൺഡയറക്റ്റഡ് ഗ്രാഫ്. പാത്തിൻ്റെ ഡെഫിനേഷൻ എന്താ? ലെറ്റ് n be a non-negative integer and G an undirected graph. A path of length n from U to V in G is a sequence of n edges E1, E2, etc. En of G for which there exists a sequence so that. ഇപ്പോൾ ഇവിടെ നോക്ക്, G എന്ന് പറയുന്ന ഗ്രാഫിൽ ഒരു പാത്ത് പറഞ്ഞേ. എയിൽ നിന്ന് എഫിലോട്ടുള്ളൊരു പാത്ത് പറഞ്ഞോ. എങ്ങനെയാണ്? എയിൽ നിന്ന് ഇയിലോട്ട് പോവാം, ഇയിൽ നിന്ന് ബിയിലോട്ട് പോവാം, ബിയിൽ നിന്ന് എഫിലോട്ട് പോവാം. അല്ലെങ്കിൽ എയിൽ നിന്ന് ഇയിലോട്ട് പോവാം, ഇയിൽ നിന്ന് എങ്ങോട്ട് പോവാം? എഫ്. പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ വേർഡ് മീനിങ് വഴി അതേപോലെ തന്നെയാണ്. എയിൽ നിന്ന് ഇയിലോട്ട് പോവാം, ഇയിൽ നിന്ന് എഫിലോട്ട് പോവാം. അപ്പോൾ ഒരു സർക്യൂട്ട് എന്തായിരിക്കും? സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റും എൻഡ് ചെയ്യുന്ന പോയിൻറ്റും സെയിം ആയിരിക്കും. അപ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എയിലോട്ട് എൻഡ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് പറഞ്ഞാൽ AEBA അല്ലെങ്കിൽ AEFCBA. അപ്പോൾ ഇനീഷ്യലും ഫൈനലും സെയിം ആയിരിക്കും സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വഴിയിൽ നിന്ന് പോയി അടുത്ത സ്ഥലത്തേക്ക് എത്തുന്ന ആ പാത്ത്, അത് അത് തന്നെയാണ് പാത്ത് എന്ന് പറയുന്നത്. ഇനി കണക്റ്റഡ്നെസ് ഇൻ ആൻ അൺഡയറക്റ്റഡ് ഗ്രാഫ്. ഒരു ഗ്രാഫ് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം? നമുക്കറിയാം കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ഏത് 2 എഡ്ജ് എടുത്തിട്ടുണ്ടെങ്കിൽ പരസ്പരം എന്തായിരിക്കും? ഏത് 2 എഡ്ജും അല്ല, കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് തമ്മിലൊരു കണക്ഷൻ എപ്പോഴും ഉണ്ടാവും, അതല്ലേ പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കി, ഫസ്റ്റ് വൺ കണക്റ്റഡ് ഗ്രാഫാണ്, സെക്കൻഡ് വൺ ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ് രണ്ടാമത് വരച്ചിരിക്കുന്ന എക്സാമ്പിൾ. കാരണം എന്താ? ഇവിടെ C എന്ന് പറയുന്ന എഡ്ജും, അതായത് ABC എന്ന് പറയുന്ന ആ കമ്പോണൻറ്റും DEF എന്ന് പറയുന്ന കമ്പോണൻറ്റും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? ഇല്ലല്ലോ, സെപ്പറേറ്റ് ചെയ്തല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അത് കണക്റ്റഡ് ഗ്രാഫാണ്. ഇനി കണക്റ്റഡ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിസ്കണക്റ്റഡ് ഗ്രാഫിലാണ് കണക്റ്റഡ് കമ്പോണൻസ് വരിക. അപ്പോൾ ഒരു കണക്റ്റഡ് ഗ്രാഫിന് എപ്പോഴും ഒറ്റ കമ്പോണൻറ്റേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആകുമ്പോൾ എത്ര ഡിസ്കണക്ഷൻ അതിൽ വരുന്നുണ്ടോ അതൊക്കെ ഓരോ കമ്പോണൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഗ്രാഫിൽ എത്ര കണക്റ്റഡ് കമ്പോണൻസ് ആയിരിക്കും? ഈ H1 എന്ന് പറയുന്ന ഒരു കണക്റ്റഡ് കമ്പോണൻ്റ് ആണ്, H2 എന്ന് പറയുന്ന ഒരു കണക്റ്റഡ് കമ്പോണൻ്റ് ആണ്, H3 എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ആണ്. ഓരോരോ കമ്പോണൻ്റ് ആയിട്ട്
ഈ തിയറം അടുത്ത ക്ലാസ്സിലെടുക്കാം.